മണിയംപിള്ള രാജു എന്ന നടന്റെ മുഖം കാണുമ്പോൾ മലയാളികൾക്ക് ആദ്യം മനസ്സിൽ വരുന്നത് മിന്നാരത്തിലെ പാലയിൽ നിന്നും വന്ന നീനയുടെ ഭർത്താവ് ലാസറിനെയും അദ്ദേഹത്തിന്റെ ഡയലോഗുകളുമാണ്. ഇന്നും മിന്നാരത്തിലെ മോഹൻലാലിന്റെയും മണിയംപിള്ള രാജുവിന്റെ കോമ്പിനേഷൻ സീനുകൾ ആവർത്തിച്ച് കണ്ട് മലയാളികൾ ചിരിക്കാറുമുണ്ട്. നടൻ എന്നതിലുപരി നിർമ്മാതാവായും എല്ലാം തിളങ്ങിയിട്ടുള്ള താരം 4 പതിറ്റാണ്ടോളമായി മലയാള സിനിമയുടെ ഭാഗമാണ്. നായകൻ, സഹനടൻ, കൊമേഡിയൻ, വില്ലൻ തുടങ്ങി മണിയംപിള്ള രാജു ചെയ്യാത്ത കഥാപാത്രങ്ങളില്ല. 69കാരനായ താരത്തിന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങളും വീഡിയോയുമാണ് ഇപ്പോൾ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയാകുന്നത്. കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയുടെ സന്തത സഹചാരിയായ ജോർജിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ മണിയംപിള്ള രാജു എത്തിയിരുന്നു. ഭാര്യയ്ക്കൊപ്പം വേദിയിലെത്തി വധൂവരന്മാർക്ക് ആശംസകൾ നേർന്ന് മടങ്ങുന്ന നടന്റെ ചിത്രങ്ങളും ഫോട്ടോയുമാണ് വൈറലാകുന്നത്. നടന്റെ പുതിയ ലുക്ക് തന്നെയാണ് ചർച്ചകൾക്ക് കാരണമായത്. ശരീരം മെലിഞ്ഞ് അവശനായ നിലയിലായിരുന്നു നടൻ. ശരീരഭാരം വളരെയധികം കുറഞ്ഞ നിലയിലായിരുന്നു. കവിളുകളും കൈകളും ക്ഷീണിച്ചിട്ടുമുണ്ട്. ആദ്യമായാണ് ഇത്തരമൊരു രൂപത്തിൽ നടനെ മലയാളികൾ കാണുന്നത്. ഇത്രയും മെലിഞ്ഞിരിക്കുന്ന രീതിയിൽ മണിയംപിള്ള രാജുവിനെ മുൻപ് കണ്ടിട്ടില്ല. ഈ ഫോട്ടോസ് പുറത്തു വരാൻ തുടങ്ങിയപ്പോൾ ഇദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് പ്രശ്നങ്ങളുണ്ടോ, ഇത് പുതിയ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള മാറ്റമാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്നാണ് കമന്റുകൾ. ഇതോടെയാണ് നടന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചത്. എപ്പോഴും കുടവയറും തുടുത്ത കവിളുകളും എല്ലാമുള്ള മണിയംപിള്ള രാജുവിനെ മാത്രമേ പ്രേക്ഷകർ കണ്ടിട്ടുള്ളൂ. അടുത്തിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം മണിയംപിള്ള രാജുവും വിവാദത്തിൽ കുടുങ്ങിയിരുന്നു. അന്ന് മീഡിയയോട് തന്റെ പ്രതികരണം അറിയിക്കാൻ എത്തിയപ്പോഴും കഴിഞ്ഞ ദിവസത്തേതുപോലെ തന്നെ സമാനമായ രീതിയിൽ തന്നെയായിരുന്നു നടന്റെ അവസ്ഥ. അതേസമയം ചർച്ചകൾ ആരംഭിച്ചപ്പോൾ നടൻ അർബുദബാധിതനാണെന്നും അതിനുള്ള ചികിത്സ എടുക്കുന്നതിനാലാണ് മെലിഞ്ഞിരിക്കുന്നതെന്നുമാണ് ചിലർ കുറിച്ചത്. എന്നാൽ ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്നത് വ്യക്തമല്ല. അദ്ദേഹത്തിന്റെ കുടുംബം പോലും ഇത്തരം കാര്യങ്ങളെപ്പറ്റി പൊതു ഇടങ്ങളിൽ സംസാരിച്ചിട്ടില്ല. മറ്റു ചിലർ നടന് ഡയബറ്റിക്സ് പ്രശ്നങ്ങൾ ഉള്ളതിനാലാണ് അവശനായി കാണപ്പെടുന്നത് എന്നാണ് പറയുന്നത്. പൊതുവെ താരങ്ങളുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ വരുമ്പോൾ ആരാധകർ തന്നെ ലക്ഷണങ്ങൾ വെച്ച് അസുഖം പ്രവചിക്കുന്നത് സ്ഥിരമായി സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്ന കാഴ്ചയാണ്. അടുത്തിടെ പനി ബാധിച്ചിട്ടും പുതിയ സിനിമയുടെ ഓഡിയോ റിലീസിനെത്തിയ വിശാലിന് മാരകമായ അസുഖങ്ങൾ ഉണ്ടെന്ന രീതിയിലായിരുന്നു കമന്റുകളും റിപ്പോർട്ടുകളും പ്രചരിച്ചത്. പിന്നീട് പനി സുഖപ്പെട്ടപ്പോൾ വിശാൽ തന്നെ വന്ന് സത്യാവസ്ഥ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. കോവിഡിന് പിന്നാലെ ന്യൂമോണിയ ബാധിച്ച് മരണത്തിനും ജീവനും ഇടയിലൂടെ നൂൽപ്പാലത്തിലൂടെ നടക്കേണ്ടി വന്ന അവസ്ഥയുണ്ടായതിനെക്കുറിച്ചും 1 വർഷം മുൻപ് മണിയംപിള്ള രാജു തുറന്നു പറഞ്ഞിരുന്നു. രോഗത്തിന്റെ ഒരു ഘട്ടത്തിൽ നടന് ശബ്ദം പോലും നഷ്ടപ്പെട്ടിരുന്നു. കോവിഡ് രോഗം നൽകിയ ഏകാന്തതയും ശബ്ദം നഷ്ടപ്പെട്ടതിന്റെ വേദനയും ചേർന്നപ്പോൾ ആകെ വിഷമിച്ചു. മനസ്സ് ദുർബലമാകാതെ പിന്തുണച്ചത് ഡോക്ടർമാരായിരുന്നുവെന്നും നടൻ പറഞ്ഞിട്ടുണ്ട്. പാലും പഴവുമാണ് അവസാനമായി മണിയംപിള്ള രാജു അഭിനയിച്ച് തിയേറ്ററുകളിലെത്തിയ സിനിമ. താരത്തിന്റെ മകൻ നീരജ് മണിയംപിള്ള രാജുവും അഭിനയത്തിൽ സജീവമാണ്.